Hello dear students, good morning. Okay, today I am going to lecture on reporting the results of regression analysis. ഇപ്പോൾ നമ്മൾ റിഗ്രഷൻ അനാലിസിസ് എന്താണെന്നും ഏതെല്ലാം ടൈപ്സ് ഓഫ് റിഗ്രഷൻ അനാലിസിസ് ഉണ്ട് എന്നും അതുപോലെ അതെങ്ങനെ എസ്റ്റിമേറ്റ് ചെയ്യാം, OLS വെച്ചിട്ട് എങ്ങനെ എസ്റ്റിമേറ്റ് ചെയ്യാം, അതിൻ്റെ β1 എന്താ, β2 എന്താണ്, അതിൻ്റെ അതുപോലെ കറസ്പോണ്ടിങ് അതിൻ്റെ സാമ്പിൾ റിഗ്രഷൻ ഫംഗ്ഷൻ എന്താണ്, അതുപോലെ സാമ്പിളിംഗ് റിഗ്രഷൻ കോഎഫിഷ്യൻറ്റ് സച്ച് ആസ് ബീറ്റ ക്യാപ് 1, ബീറ്റ ക്യാപ് 2, ബീറ്റ ക്യാപ് 3 എക്സെട്ര, ഇതൊക്കെ എന്താണെന്നൊക്കെ നമ്മൾ സംസാരിച്ചു അല്ലേ. ഇനിയും ഇത് ഒരാളൊരു റിഗ്രഷൻ ചെയ്താൽ, അല്ലെങ്കിൽ സിമ്പിൾ റിഗ്രഷൻ ഓർ മൾട്ടിപ്പിൾ റിഗ്രഷൻ, ഇനി റിഗ്രഷൻ അത് ചെയ്താൽ അതെങ്ങനെ നമുക്കത് റിപ്പോർട്ട് ചെയ്യാം, നമ്മൾ റിസർച്ചിൽ നമ്മളെങ്ങനെ റിപ്പോർട്ട് ചെയ്യാം എന്നുള്ളതാണ് റിപ്പോർട്ടിംഗ് ഓഫ് റിസൾട്ട്സ് ഓഫ് റിഗ്രഷൻ അനാലിസിസ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ഇപ്പോൾ സപ്പോസ് ഫോർ എക്സാമ്പിൾ I have estimated a function y is equal to β1 plus β2 xi plus ui. This is a simple regression. കാരണം y is only a function of xi. β1 and β2 are the parameters. ui is the error term. ഇതൊക്കെ ഓൾറെഡി നമ്മൾ സംസാരിച്ചതാണ്. y is a dependent variable, xi is independent variable. ഓക്കെ, ഇത് നമ്മൾ എസ്റ്റിമേറ്റ് ചെയ്യുകയാണെങ്കിൽ ഇതിനെ നമുക്ക് എങ്ങനെ നമ്മൾ റിസൾട്ട് റിപ്പോർട്ട് ചെയ്ത് ഇൻ്റർപ്രറ്റ് ചെയ്യാം എന്നാണ് നമ്മളിവിടെ പറയുന്നത്. ഓക്കെ, ഇപ്പം ഞാൻ രണ്ട് രൂപത്തിൽ കൊടുത്തിട്ടുണ്ട്, ഫസ്റ്റ് സെക്കൻഡ് അല്ലേ. ഫസ്റ്റ് അപ്പോൾ ഈ റിപ്പോർട്ട് ചെയ്യുന്നത് നോക്കൂ, y is equal to ഒരാൾ പിന്നെ OLS വെച്ചിട്ട് ഫസ്റ്റ് ഇക്വേഷൻ y is equal to β1 plus β2 xi plus ui അത് എസ്റ്റിമേറ്റ് ചെയ്തു. അപ്പോൾ നമുക്ക് രണ്ട് രൂപത്തിൽ റിപ്പോർട്ട് ചെയ്യാം. ഓക്കെ, ഫസ്റ്റ് ഞാൻ റിപ്പോർട്ട് ചെയ്ത രീതി എന്ന് പറയുന്നത്, ഓക്കെ, ഫസ്റ്റ് ഐ ഹാവ് ഇൻക്ലൂഡഡ് സ്റ്റാൻഡേർഡ് എറർ. ഓക്കെ, സെക്കൻഡ് ഐ ഹാവ് ഇൻക്ലൂഡഡ് എന്താണ്, ടി വാല്യൂ ആൻഡ് പി വാല്യൂ, ഇതാണ് ഞാൻ ഉൾപ്പെടുത്തിയത്. ഓക്കെ, ഇനി ഇത് നമുക്ക് എങ്ങനെ ഇൻ്റർപ്രറ്റ് ചെയ്യാം എന്നുള്ളതാണ് ഞാൻ പറയുന്നത്. ഓക്കെ, ഇപ്പോൾ ആ ഇക്വേഷൻ 1 അല്ലെങ്കിൽ y is equal to β1 plus β2 xi plus ui അതാണ് നമ്മുടെ എസ്റ്റിമേറ്റ് ചെയ്ത ഫംഗ്ഷൻ. ഓക്കെ, y is കൺസംഷൻ എന്ന് കൂട്ടു, xi ഇങ്ക് ആണെന്ന് അസ്യൂം ചെയ്യും. ഓക്കെ, അപ്പോൾ നമുക്ക് കിട്ടിയ റിസൾട്ട് ഇങ്ങനെ ആയിരിക്കും. നമ്മളിപ്പോൾ അത് മാനുവലായിട്ട് ചെയ്യുകയാണെങ്കിലോ അല്ലെങ്കിൽ സോഫ്റ്റ്വെയറിൽ ചെയ്യുകയാണെങ്കിലോ നമുക്ക് ഈ രൂപത്തിൽ നമുക്ക് റിസൾട്ടിനെ നമുക്ക് റിപ്പോർട്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ അവിടെ y is equal to കൺസംഷൻ ഈക്വൽ ടു 92.89 പ്ലസ് 0.71 xi, ഇതാണ് നമ്മുടെ ആ ഇക്വേഷൻ. ഇങ്ങനെ നമ്മൾ എഴുതുക. ഓക്കെ, ഇവിടെ എന്താണ്, ഇതാണ് അതിൻ്റെ ബേസിക് ഇക്വേഷൻ. ഓക്കെ, ന്യൂമറിക്കൽ എസ്റ്റിമേറ്റ്സ് ഓഫ് ബേസിക് ഇക്വേഷൻ. ഇത് ഇവിടെ വാട്ട് ഈസ് മീൻ ബൈ 92.89 ഈസ്, നിങ്ങൾ ഇങ്ങനെയാണ് ഇൻ്റർപ്രറ്റ് ചെയ്തത്. 92.89 ഈസ് ദ വാല്യൂ ഓഫ്, അല്ലെങ്കിൽ ഈസ് ദ എസ്റ്റിമേറ്റർ ഓഫ് β1, അല്ലെങ്കിൽ ഈ ഓർ ഇൻ്റർസെപ്റ്റ്, ഇറ്റ് ഈസ് ദ വാല്യൂ ഓഫ് β1. ഓക്കെ, എസ്റ്റിമേറ്റഡ് വാല്യൂ ഓഫ് β1. ഓക്കെ, വാട്ട് ഇറ്റ് മീൻ ഇതെന്താ അർത്ഥമാക്കുന്നത്, ദാറ്റ് മീൻ വെൻ ഇമ്പാക്റ്റ് ഓഫ് xi അല്ലെങ്കിൽ ഇൻകത്തിൻ്റെ ഇമ്പാക്റ്റ് 0, അപ്പോൾ 92.83 വിൽ ബി ദി ആവറേജ് കൺസംഷൻ. ഓക്കെ, അപ്പോൾ ദ വാല്യൂ ഓഫ് β1 നിങ്ങൾക്ക് എന്താണ്, ഇറ്റ് ഈസ് എ ഇൻ്റർസെപ്റ്റ് വെൻ ദ ഇൻഫ്ലുവൻസ് ഓഫ് xi is 0, അപ്പോൾ β1 ഈസ് ദ ആവറേജ് കൺസംഷൻ. β1 കാണിക്കുന്നത് എന്താണ്, ആവറേജ് കൺസംഷൻ ഓഫ് ഇൻഡിവിജ്വൽ വെൻ xi ഓർ ഇൻകം ഈസ് 0, ദാറ്റ് മീൻ ഓട്ടോണമസ് കൺസംഷൻ. ആ രൂപത്തിലാണ് അതിൻ്റെ ലോജിക്ക് വരുന്നത്. വേറെ എന്തെങ്കിലും ഡിമാൻഡ് ആണെങ്കിൽ അങ്ങനെ ആയിരിക്കും. ഓക്കെ, അപ്പോൾ എക്സിൻ്റെ ഇമ്പാക്റ്റ് 0 ആകുമ്പോൾ, ഇമ്പാക്റ്റ് ഓഫ് xi അല്ലെങ്കിൽ x ഈസ് 0 ആണെങ്കിൽ ആവറേജ് കൺസംഷൻ എന്താണ് എന്നുള്ളതാണ് ഈ 92. അപ്പോൾ പിന്നെ ആവറേജ് കൺസംഷൻ ഈസ് 92.83 വെൻ ദ ഇൻഫ്ലുവൻസ് ഓഫ് xi ഈസ് 0. അതാണ് അതിൻ്റെ ഇൻ്റർപ്രിട്ടേഷൻ. ആവറേജ് കൺസംഷൻ 92.89 ആയിരിക്കും എങ്ങനെയാണെങ്കിൽ xiയുടെ ഇമ്പാക്റ്റ് 0 ആണ്. 0 ആണെങ്കിൽ അതിൻ്റെ ഇൻഫ്ലുവൻസ് 0 ആണെങ്കിൽ, അപ്പോൾ ദാറ്റ് ഈസ് ആവറേജ് കൺസംഷൻ വെൻ xi ഈസ് 0. ഓക്കെ, ദാറ്റ് ഈസ് β1 അല്ലെങ്കിൽ 92.89. ഓക്കെ, ദാറ്റ് ഈസ് ദ ഫസ്റ്റ് ഇൻ്റർപ്രിട്ടേഷൻ. നെക്സ്റ്റ് പാരഗ്രാഫ്, അടുത്ത ഇൻ്റർപ്രിട്ടേഷൻ നിങ്ങൾ എന്താ ചെയ്തിട്ടുണ്ട്, ഇൻ്റർപ്രിട്ടേഷൻ ഓഫ് β2 നമുക്കറിയാം. ആക്ച്വലി ദ റിഗ്രഷൻ കോഎഫിഷ്യൻ, സ്ലോപ്പ് കോഎഫിഷ്യൻ, മറ്റേ ഇൻ്റർസെപ്റ്റ് ആണ്. β2 ഈസ് ദ സ്ലോപ്പ് കോഎഫിഷ്യൻ ഇൻ ദിസ് ഇക്വേഷൻ
0.71 is the value of slope coefficient. Okay, what it is mean? എന്താ അർത്ഥമാക്കുന്നത്? ഓക്കെ, ഇതെങ്ങനെ ഇൻ്റർപ്രിറ്റ് ചെയ്യുക? ഇതെന്താ വെച്ചാൽ ₹1 ഇൻക്രീസ് ഇൻ ഇൻകം അല്ലെങ്കിൽ മണി, ₹1 ഇൻക്രീസ് ഇൻ ഇൻകം ഓൺ ആവറേജ് കൺസംഷൻ ഇൻക്രീസ് ബൈ 71 പൈസ. അപ്പോൾ ₹1 ഇൻകം വർദ്ധിച്ചാൽ, ₹1 ഇൻകം വർദ്ധിച്ചു കഴിഞ്ഞാൽ കൺസംഷൻ ഓൺ ആവറേജ് വൈയിലുണ്ടാകുന്ന മാറ്റം അല്ലെങ്കിൽ കൺസംഷൻ ഉണ്ടാകുന്ന മാറ്റം എത്ര ആയിരിക്കും? 71 ആയിരിക്കും. അപ്പോൾ ഇൻകം കൺസംഷൻ റിലേഷൻ വേറെ എന്തെങ്കിലും റിലേഷൻ ആയിരിക്കും ചിലപ്പോൾ നിങ്ങൾക്ക് എക്സാമിന് ചോദിക്കും. അപ്പോൾ നിങ്ങൾ ഇങ്ങനെ പറയേണ്ടത് ₹1 ഇൻക്രീസ് ചെയ്യുകയാണെങ്കിൽ ഓൺ ആവറേജ് കൺസംഷൻ ഉണ്ടാകുന്ന വർധനവ് എന്ന് പറയുന്നത് എത്ര ആയിരിക്കും? 0.71. ഓക്കെ, 0.71 പൈസ ആയിരിക്കും. ദാറ്റ് ഈസ് ഇൻ്റർപ്രിട്ടേഷൻ ഫോർ β1. അപ്പോൾ അത് ഒരു കാര്യം കൂടെ ആദ്യം നിങ്ങൾ പറയണം. ദർ ഈസ് എ പോസിറ്റീവ് റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ xi, yi and xi because the sign of β2 is positive. Okay, now and how can you interpret it? Okay, എന്താണ് ഇങ്ങനെ ഇൻ്റർപ്രറ്റ് ചെയ്യാം? If income increased by ₹1 increase in income leads to on average 71 പൈസ increase in consumption. ഓക്കെ, ഒരു ആവറേജ് ₹1 ഇൻകത്തിലുണ്ടാവുന്ന വർധനവ് ആവറേജ് നമ്മുടെ YIയിൽ എത്ര മാറ്റം വരിക? 71 പൈസ. ഓക്കെ, ദിസ് ഈസ് ദ ഇൻ്റർപ്രിട്ടേഷൻ ഫോർ ദ വാല്യൂ ഓഫ് β2. ഓക്കെ, ഇനി വാട്ട് ഈസ് മീൻ ബൈ R²? ഇവിടെ R² ഈസ് ഈക്വൽ ടു, ഇൻ ദിസ് ഇക്വേഷൻ R² ഈസ് ഈക്വൽ ടു 0.90 എന്ന് പറഞ്ഞാൽ വാട്ട് ഇറ്റ് ഇസ് മീൻ? എന്താ അതിൻ്റെ അർത്ഥമാക്കുന്നത്? 90% R² ഷോസ് ദി കോഎഫിഷ്യൻ്റ് ഓഫ് ഡിറ്റർമിനേഷൻ. ഹൗ ക്യാൻ യു ഇൻ്റർപ്രറ്റ് ഇറ്റ്? ഓക്കെ, എങ്ങനെ നിങ്ങൾക്ക് ഇൻ്റർപ്രറ്റ് ചെയ്യാൻ പറ്റും? ഓക്കെ, R² വാല്യൂ ഇൻ ദിസ് ഇക്വേഷൻ ഈസ് 0.90 അല്ലേ? അതുകൊണ്ട് എന്താണ് 0.9? അപ്പോൾ 90% വേരിയേഷൻ ഇൻ Y എക്സ്പ്ലെയിൻഡ് ബൈ X അല്ലെങ്കിൽ XI. അപ്പോൾ ഈ റിസൾട്ടിൽ 90% വൈയിലുണ്ടാകുന്ന മാറ്റം എക്സ്പ്ലെയിൻ ചെയ്യുന്നത് ആരാണ്? XI അലോൺ. ഓക്കെ, 90% വേരിയേഷൻ ഇൻ ദിസ് ഇക്വേഷൻ, ഇൻ ദിസ് റിഗ്രഷൻ റിസൾട്ട് 90% വേരിയേഷൻ ഇൻ Y എക്സ്പ്ലെയിൻ ബൈ XI അല്ലെങ്കിൽ ഇൻകം അലോൺ. അതാണ് എൻ്റെ അർത്ഥം. ദാറ്റ് ഈസ് അനദർ തേർഡ് പാരഗ്രാഫിൽ നിങ്ങൾ ഇൻ്റർപ്രിട്ടേഷൻ ചെയ്തിരുന്നു. പിന്നെ ഇനി നോ ദ ക്വസ്റ്റ്യൻ whether the estimated പിന്നെ ഇനി നമ്മൾ എന്താ വെച്ചാൽ ഇതാണ് റിഗ്രഷൻ എസ്റ്റിമേഷനായിട്ട് ബന്ധപ്പെട്ടത്. ഇനി നമ്മളതിൻ്റെ ഒന്നുകൂടെ അതിൻ്റെ അക്യുറസി ആയിട്ട് ബന്ധപ്പെടുത്തിയതാണ് ബ്രാക്കറ്റ് കൊടുത്തത്. അപ്പോൾ ഫസ്റ്റ് ഇക്വേഷനിൽ കൊടുത്തത് ബ്രാക്കറ്റിൽ സ്റ്റാൻഡേർഡ് എറർ. അപ്പോൾ ക്വസ്റ്റ്യൻ പേപ്പർ ചിലപ്പോൾ കാണും സ്റ്റാൻഡേർഡ് എറർ ഇസ് ഈക്വൽ ടു 4.39, സ്റ്റാൻഡേർഡ് എറർ ഇസ് ഈക്വൽ ടു 0.347 ഇങ്ങനെ കൊടുക്കാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം? സ്റ്റാൻഡേർഡ് എറർ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് അക്യുറസി ഓഫ് പ്രിഡിക്ഷൻ. നമ്മൾ എസ്റ്റിമേറ്റ് ചെയ്ത റിസൾട്ട്സ് ഉണ്ടല്ലോ, ഇതൊരു സ്റ്റാറ്റിസ്റ്റിക്കൽ സൈഡാണ് ഈ സ്റ്റാൻഡേർഡ് എറർ എന്ന് പറയുന്നത്. അപ്പോൾ സ്റ്റാൻഡേർഡ് എറർ നിങ്ങൾക്കറിയാം, സ്റ്റാൻഡേർഡ് എറർ ഈസ് നത്തിങ് ബട്ട് ഇത് സാമ്പിളിംഗ് ഡിസ്ട്രിബ്യൂഷൻ ഓഫ് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഓഫ് സാമ്പിളിംഗ് ഡിസ്ട്രിബ്യൂഷൻ ഓഫ് എസ്റ്റിമേറ്റ്. സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഓഫ് സാമ്പിളിംഗ് ഡിസ്ട്രിബ്യൂഷൻ ഓഫ് എൻ എസ്റ്റിമേറ്റ്. ഒരു എസ്റ്റിമേറ്റോടെ സാമ്പിൾ ഡിസ്ട്രിബ്യൂഷൻ്റെ സ്റ്റാൻഡേർഡ് ഡീവിയേഷനെ പറയുന്ന പേരാണ് സ്റ്റാൻഡേർഡ് എറർ. അപ്പോൾ എത്രത്തോളം വേരിയേഷൻ ഉണ്ട്, എസ്റ്റിമേറ്റ്സിന് എത്രത്തോളം വേരിയേഷൻ ഉണ്ട് മീനിൽ നിന്നും, ആവറേജ് എസ്റ്റിമേറ്റിൽ നിന്നും എത്രത്തോളം ഡീവിയേഷൻ ഉണ്ട് എന്ന് കാണിക്കുന്നതാണ് പിന്നെ സ്റ്റാൻഡേർഡ് എറർ. അപ്പോൾ ഈ സ്റ്റാൻഡേർഡ് എറർ വാല്യൂ എന്ന് പറയുന്നത് നമ്മളത് ഏറ്റവും ലോ വാല്യൂ ആയിരിക്കണം. അപ്പോൾ സ്റ്റാൻഡേർഡ് എറർ കുറവുണ്ടെങ്കിൽ നമ്മൾക്ക് ടി ടെസ്റ്റും അതുപോലെ ഐപോസ് ടെസ്റ്റിങ്ങിലും അത് സിഗ്നിഫിക്കൻ്റ് ആവുള്ളൂ. അപ്പോൾ എറർ അധികം ഇല്ലെങ്കിൽ, സ്റ്റാൻഡേർഡ് എറർ കുറവാണെങ്കിൽ, ഓക്കെ, ഇഫ് ദ സ്റ്റാൻഡേർഡ് എറർ ഈസ് ലോ യു ക്യാൻ കൺക്ലൂഡ് ദാറ്റ് അവർ എസ്റ്റിമേറ്റ്സ് ഈസ്
ബെസ്റ്റ് എസ്റ്റിമേറ്റ് അല്ലെങ്കിൽ അക്യുറസി ഓഫ് അല്ലെങ്കിൽ പ്രഡിക്ഷൻ ഈസ് ദ ബെസ്റ്റ് പ്രഡിക്ഷൻ അല്ലെങ്കിൽ നമ്മുടെ പ്രഡിക്ഷൻ എന്താണ് ബെസ്റ്റ് പ്രഡിക്ഷൻ അല്ലെങ്കിൽ നമ്മുടെ എസ്റ്റിമേറ്റ്സ് എന്താണ് അക്യുറേറ്റ് എസ്റ്റിമേറ്റ്സ് ആണ് എന്ന് നമുക്ക് പറയാം. അപ്പോൾ ഇതിൽ പ്രധാനപ്പെട്ട ഒരു വേരിയബിൾ എന്ന് പറയുന്നത് നമ്മുടെ എക്സ് ഐയുടെ കോയിഫിഷ്യൻറ്റ് വേരിയബിൾ എക്സ് ഐ അതിൻ്റെ കോയിഫിഷ്യൻറ്റ് β2 എന്ന് പറയും. β2 കോയിഫിഷ്യൻറ്റ് വിത്ത് റെസ്പെക്ട് ടു എക്സ് ഐ അതിൻ്റെ സ്റ്റാൻഡേർഡ് എറർ അതാണ് ഇതിൽ മെയിൻ. ഓക്കെ, പിന്നെ ഇൻ്റർസെപ്റ്റിന് വലിയ പ്രസക്തി ഇല്ല. അപ്പോൾ അതിൻ്റെ സ്റ്റാൻഡേർഡ് എറർ എന്ന് പറയുന്നത് വെരി ലോ ആണ്. ദാറ്റ് മീൻസ് സ്റ്റാൻഡേർഡ് എറർ വാല്യൂ ഈസ് 0.374. ഓക്കെ, അപ്പോൾ സ്റ്റാൻഡേർഡ് എറർ ഓഫ് സ്ലോപ്പ് കോഎഫിഷ്യൻറ്റ് ഈസ് വെരി ലോ. ദെർഫോർ അവർ മോഡൽ ഈസ് എ അക്യുറേറ്റ് മോഡൽ അല്ലെങ്കിൽ അവർ എസ്റ്റിമേറ്റഡ് റിസൾട്ട്സ് ഈസ് ദി ബെസ്റ്റ് എസ്റ്റിമേറ്റ്സ് അല്ലെങ്കിൽ നല്ല എസ്റ്റിമേറ്റ്സ് ആണ് നമുക്ക് പ്രഡിക്റ്റ് ചെയ്യും. അതിന് അതിൻ്റെ പ്രഡിക്ഷൻ. പക്ഷേ ഈ ഇൻ്റർസെപ്റ്റ് 4.39 എന്ന് പറയുന്നത് അതിൻ്റെ സ്റ്റാൻഡേർഡ് എറർ സ്റ്റാൻഡേർഡ് എറർ വിത്ത് റെസ്പെക്ട് ടു ഇൻ്റർസെക്റ്റ് ഈസ് സംവാട്ട് ഹൈ ആണ് അല്ലേ. 4.39 എന്ന് പറഞ്ഞത് ഒരു സ്ട്രോങ് വാല്യൂ ഒന്നുമല്ല. കമ്പാരിറ്റീവ്ലി ഒരു ഹൈ വാല്യൂ കമ്പയർ ടു സ്ലോപ്പ് കോഎഫിഷ്യൻ. ദ സ്റ്റാൻഡേർഡ് എറർ ഫോർ β1 ഈസ് ഹൈ, കമ്പാരിറ്റീവ്ലി ഹൈ, ബട്ട് ഇറ്റ് ഈസ് നോട്ട് എ സ്ട്രോങ് വാല്യൂ. ഒരുപാട് 20, 25, 30, 50 അങ്ങനെയൊന്നുമില്ല. ചെറിയ 4 something ആണ്. ഇറ്റ് ഇസ് പുവർ വാല്യൂ. അതുകൊണ്ട് എന്താണ് β1 ഈസ് ആൾസോ എ അക്യുറേറ്റ് എസ്റ്റിമേറ്റ്. ഓക്കെ, അങ്ങനെ അക്യുറേറ്റ് എസ്റ്റിമേറ്റ്സ് ആണ് നമുക്ക് പറയാൻ പറ്റും. ഓവറാൾ ദ മോഡൽ ഈസ് ഗുഡ്. അപ്പോൾ ഇതാണ് ദിസ് ഈസ് ദ ഇൻ്റർപ്രിട്ടേഷൻ this interpretation and reporting of results of regression analysis, the first part. ഇനി സെക്കൻഡ് പാർട്ട് ഇതേ രൂപത്തിൽ തന്നെ നിങ്ങൾ ഇൻ്റർപ്രിറ്റ് ചെയ്യുക. YAC എന്താണ് 92.89 പ്ലസ് 0.71 XI. ഓക്കെ, ബ്രാക്കറ്റ് ഇവിടെ കൊടുത്തത് എന്താണ് ടി വാല്യൂ കേട്ടോ. ഇവിടെ കൊടുത്തത് ആദ്യം സ്റ്റാൻഡേർഡ് ആണ്. അപ്പോൾ ഇനി ഞാനത് എന്താണ് 92.89 എന്താണെന്ന് പറയുന്നില്ല, 0.71 എന്താണെന്ന് പറയുന്നില്ല. R² ഓൾറെഡി ഞാൻ പറഞ്ഞു കഴിഞ്ഞു. ഇനി ഇവിടെ അധികം മുമ്പ് ഫസ്റ്റ് സിറ്റുവേഷനിൽ അവിടെ സ്റ്റാൻഡേർഡ് എറർ തന്നിരുന്നത്. ഇവിടെ ടി വാല്യൂ ആണ് 21.17 എന്ന് പറയുന്നത് ടി വാല്യൂ വിത്ത് റെസ്പെക്ട് ടു β1. 15.93 എന്ന് പറയുന്നത് ടി വാല്യൂ വിത്ത് റെസ്പെക്ട് ടു β2. ഓക്കെ. അപ്പോൾ ഇവിടെ ഇതാണ് ഇവിടെ നമ്മൾ എന്താണ് ആദ്യം നമ്മൾ വാട്ട് ഈസ് 92 എന്ന് പറയാം. പിന്നെ വാട്ട് ഈസ് 0.71 ആദ്യം പറഞ്ഞ പോലെ അത് പറയാം. ആൻഡ് ആഫ്റ്റർ വാട്ട് ഈസ് R² എന്ന് പറയാം. ഇനി നിങ്ങൾ പറയാം വെദർ ദ എസ്റ്റിമേറ്റഡ് റിസൾട്ട്സ് ആർ സ്റ്റാറ്റിസ്റ്റിക്കലി സിഗ്നിഫിക്കൻ്റ് ഓർ നോട്ട്. അതാണ് അടുത്ത പാർട്ടിൽ ആ ബ്രാക്കറ്റ് കൊടുത്തത്. ദാറ്റ് യു ക്യാൻ കൺക്ലൂഡ് ബേസ്ഡ് ഓൺ ദ ടി വാല്യൂ ആൻഡ് കറസ്പോണ്ടിങ് പി വാല്യൂ. ഇപ്പോൾ ഫസ്റ്റ് കൊടുത്ത ഈ 21.17 എന്ന് പറയും ടി വാല്യൂ, ടി റേഷ്യോ അല്ലെങ്കിൽ ടി വാല്യൂ ആണ്. അതിന് താഴെ കൊടുത്ത ബ്രാക്കറ്റ് പി വാല്യൂ, പ്രോബബിലിറ്റി വാല്യൂ, പ്രോബബിലിറ്റി ഓഫ് റിജക്റ്റിംഗ് H0 വെൻ ഇറ്റ് ഈസ് ട്രൂ, അതാണ് പി വാല്യൂ. ഓക്കെ, അതുപോലെ 15.97 എന്ന് പറയുന്ന ടി വാല്യൂ ആണ്. അതിൻ്റെ നേരെ താഴെ കൊടുത്തത് അതിൻ്റെ H0 റിജക്റ്റ് ചെയ്യാനുള്ള സാധ്യത, ദാറ്റ് മീൻ പി വാല്യൂ. അപ്പോൾ ഈ ടി വാല്യൂം പി വാല്യൂൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ റിസൾട്ട്സിൽ നമ്മൾ ഇൻ്റർപ്രറ്റ് ചെയ്യുന്നത്. അപ്പോൾ ആദ്യം പറഞ്ഞ റിലേഷൻ പറയണം, ഇൻ്റർസെപ്റ്റ് എന്താണെന്ന് പറയണം, R² എന്താണെന്ന് പറയണം. പിന്നെ നമുക്ക് പറയാം ദ റിസൾട്ട്സ് ഈസ് സ്റ്റാറ്റിസ്റ്റിക്കലി സിഗ്നിഫിക്കൻറ്റ് ബിക്കോസ് with respect to β1 the t value is high, which has 21.17, which is significant at 5% level because p value is 0.04. അതുകൊണ്ട് 5% ലെവൽ ഓഫ് സിഗ്നിഫിക്കൻസിൽ 92.83 എന്നുള്ള വാല്യൂ അല്ലെങ്കിൽ വാല്യൂ ഓഫ് β1 സ്റ്റാറ്റിസ്റ്റിക്കലി സിഗ്നിഫിക്കൻ്റ് ആണെന്ന് നിങ്ങൾക്ക് പറയാം. ഓക്കെ, അതുപോലെ തന്നെ the value of β2 is also statistically significant because കാരണം എന്താണ് corresponding t value is എത്രയാണ് corresponding p value is 15.97, which is statistically significant at 5% level.
അപ്പോൾ പി വാല്യൂ 5% ലെവൽ ബിക്കോസ് കാരണം എന്താ 0.03 എന്നുള്ളത് 5% ലെവലാണ്. അതുപോലെ 0.04 എന്നുള്ളത് 5% ലെവൽ ഓഫ് സിഗ്നിഫിക്കൻസ് ആണ്. അപ്പോൾ ആ 5% ലെവൽ ഓഫ് സിഗ്നിഫിക്കൻസിൽ ഈ ബോത്ത് ബീറ്റ ക്യാപ്പ് 1 അല്ലെങ്കിൽ ബീറ്റ ക്യാപ്പ് 1 എന്ന് പറയാം, ബീറ്റ 1 എന്നും പറയാം. ബീറ്റ 1 ആൻഡ് ബീറ്റ 2 ആർ സ്റ്റാറ്റിസ്റ്റിക്കലി സിഗ്നിഫിക്കൻറ്റ്. ഓക്കെ, അപ്പോൾ ഇതാണ് ദിസ് ഈസ് അബൌട്ട് സെക്കൻഡ് ഇൻ്റർപ്രിട്ടേഷൻ ഓഫ് റിഗ്രഷൻ അനാലിസിസ്. ഓക്കെ, നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട് എന്ന് ഞാൻ വിചാരിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്നെ കോൺടാക്ട് ചെയ്യാം കേട്ടോ.